ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബെസ്റ്റ് ഗെയിമർ ബാഗർ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സ്ലെൻഡറീന സെൽ എന്ന് പറയുന്ന ഗെയിമിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ലെവൽ 1 ക്ലിയർ ചെയ്തിരുന്നു. ഓക്കെ, ഇനി സെല്ലർ 2 ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതായത് ലെവൽ 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അത് കളിക്കാം. എന്തായാലും മീഡിയം ഒന്നും കൊടുക്കുന്നില്ല, മാറ്റി കൊടുക്കുന്നില്ല, ഈസി തന്നെ കൊടുക്കാം. ഓക്കെ, ആകെ ഒറ്റ ഡോറേ ഉള്ളൂ, ഒറ്റ ഡോർ. ഇതാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, ഇതിലും നമുക്ക് 8 ബുക്ക് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു കീ ഉണ്ട്, കൊടുക്കാം. ആ തള്ളച്ചി എപ്പോൾ വരുന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. എന്താ ബോർഡ്? ഓക്കെ, ഇതാ എക്സിറ്റ്. ഗൈസ്, സത്യം പറയാലും ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞെട്ടിപ്പോണു കിട്ടും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഓർക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മൾ ചമ്മി. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ട്. ഇത് തുറന്നു. വാവ്, ഒന്നുമില്ല. വീണ്ടും നമ്മൾ ശശി. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അങ്ങോട്ടൊരു ഡോറുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ തുറന്നു. വല്ലതും ഉണ്ടോ? ഒരു ബുക്കൊക്കെ എന്താണ്, ഒരു ബുക്കൊക്കെ ആവാം. ഇവിടെ ഒന്നുമില്ലല്ലോ, ബുക്കൊന്നും ഇല്ലേ? എന്താണ് സ്ലെൻഡറീന, എന്താണ് പരിപാടി? ബുക്കൊന്നും തരാതെ എന്താണ് കാട്ടുന്നത്? അതവിടെ ഒരു ബുക്ക്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ ഗൈസ്, ശരിക്കും പേടിപ്പിക്കുന്നുണ്ട്. ആ സ്ലെൻഡറീനെ വരുമ്പോൾ പോലും പേടിയാവുന്നില്ല, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഓക്കെ, ഇത് നോക്കാം. അതിന് കീ വേണം ഗൈസ്. സ്ലെൻഡറീന ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ സീനാവും. ഇവിടെ ഒരു കീ. ഓക്കെ, ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ലേ? പിന്നെ എന്താണ് ഈ കീ ഒക്കെ തരുന്നത്? ഇവിടെയൊക്കെ ഒരു ബുക്കൊക്കെ വെച്ചുകൂടെ? മൂഡ് കളയാനായിട്ട് ഗൈസ്. ഇത് എന്തുവായി? എന്താ ഇങ്ങനെ പേടിപ്പിക്കണ്? ഓക്കെ, ഇവിടെ ഒരു ബുക്ക്. അപ്പുറത്തൊരു കോയിൻ ഉണ്ട് ഗൈസ്, അല്ലേ കോയിൻ അല്ല, സോറി, കീ. ഓക്കെ, നമുക്കൊരു കീ കിട്ടി. സ്ലെൻഡറീനെ ഇവിടെ വരണേ. നമുക്ക് ഈ സ്ലെൻഡറീനെ അടിച്ചു കൊല്ലാൻ എന്ത് ചെയ്യാൻ ഗൈസ്? നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇവർ തന്നിട്ടില്ല. നിങ്ങളത് കേൾക്കുന്നുണ്ട്? ഗൈസ്, സ്ലെൻഡറീന കുറേ രൂപത്തിൽ വരുന്നുണ്ട്. ഇതിൻ്റെ 8 കാലിയുടെ രൂപത്തിലാണ് ഇപ്പോൾ വന്നത്. നിങ്ങൾ കണ്ടിരിക്കും. എന്താണ് സ്ലെൻഡറീന? നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഗൈസ്, ഞാൻ പേടിച്ചതല്ല. എന്തായിരിക്കും, അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. ഇവിടെ ഒന്നുമില്ല. നമ്മൾ ശശി. ഓക്കെ, ഈ വഴി പോവാം. ശശി, ഇവിടെ ഒരു ഡോറുണ്ട്. സ്ലെൻഡറീനെ അവിടെ ഒളിഞ്ഞിട്ടുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ. ഓ ഗൈസ്, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഗൈസ്. സ്ലെൻഡറീനയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പിക്ചറാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എനിക്ക് മനസ്സിലാകാത്ത ഈ പ്രേതത്തിൻ്റെ ഒക്കെ ഫോട്ടോ ആരാണ് ഈ ലാമിനേഷൻ സെറ്റാക്കി വെച്ചിരിക്കുന്നത്? ഇവിടെ ഒരു ബുക്ക് കിട്ടി ഗൈസ്. ഓക്കെ, 4 ബുക്ക്. ഇനി വെറും 4 ബുക്കും കൂടി നമുക്ക് കിട്ടാനുള്ളൂ ഗൈസ്. ഈ തള്ളച്ചി ഒരു പ്രശ്നം വരുന്നുണ്ട് ഫോണിന്. എടാ, ഇനി ശരിക്കും പറയാതെ വന്നു. ഇവിടെ ഒന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് പോകാൻ പറ്റും. തള്ള വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ
ഓക്കെ ഗൈസ്, നമുക്ക് വേറൊരു ബുക്ക് കിട്ടി. നല്ല വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഡോറൊക്കെ പൊട്ടിച്ച് കളയുന്നത് തോന്നുന്നു. ബാക്കി വല്ലതും ഒയ്യോ ഗൈസ്, ബാക്കി ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. കണ്ടു ഗൈസ്, നമ്മൾ തിരിഞ്ഞു നോക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ബുക്ക് കിട്ടില്ലായിരുന്നു. ഇനി വെറും 2 ബുക്കും കൂടി കിട്ടാനുള്ളത്. എന്താ ഗൈസ് ഇത് തീരാത്തത്? ഗൈസ് ഇതെന്താ തീരാത്തത്? ആരും നടക്കുന്ന മാതിരി അതിൻ്റെ ഇടയ്ക്കൂടി എന്തായാലും ഇവരുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശരിക്കും ഇവരുടെ മ്യൂസിക്കിനെ കേട്ടോ നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നത്. ഇവരുടെ ഈ സ്ലെൻഡറിനിൻ്റെ മുഖം പോലും നമ്മൾ കണ്ടാൽ ചിലപ്പോൾ പേടിച്ചൊന്നും ഇല്ല. എന്നാലും ഇവരുടെ ആ ഒരു കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, BGM പൊളിക്കും. പക്ഷെ ഇതിപ്പോൾ നമ്മൾ വന്ന വഴിയാണല്ലോ. ഓക്കെ, തിരിച്ചു പോകാം. ഇനി വെറും 2 ബുക്കാണ് കിട്ടാനുള്ളത്. ഈ 2 ബുക്ക് കിട്ടാനാണ് ഏറ്റവും പാടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതെപ്പോഴും അങ്ങനെയാണല്ലോ ഗൈസ്, എല്ലാം കഴിയാറാവുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ പാടാവുക. അത് എന്താ എല്ലാ കാര്യം നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ഈ കള്ളക്ക് ഇത് എന്തിൻ്റെ കേടാ ഗൈസ്? ഓക്കെ നമുക്ക് ഈ വഴി പോകാം. വീണ്ടും ഇതാ വഴി തീരുന്നില്ല ഗൈസ്. നൈസ് ഗൈസ്, നിങ്ങൾ ആ വീട് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ വല്ലതും കാണുന്നുണ്ടോ ഗൈസ്? ഇതൊക്കെ നമ്മൾ വന്ന വഴിയാണല്ലോ. എന്താ അത്? നമുക്കൊരു കീ ഉണ്ട് കയ്യിൽ ഗൈസ്. ഈ വീഡിയോ ഇത് ലോങ് ആവുന്നതൊന്നും എനിക്ക് വഴിയൊന്നും ഓർമ്മയില്ല ഗൈസ്. ഈ തള്ളയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടി വന്നിട്ട് മൂട് കളയും. ടെൻഷനാക്കല്ലേ ബ്രോ. ഇപ്പോൾ ഏത് വഴിയാണ് പോകേണ്ടത്? അതെ തള്ളയുടെ ഫോട്ടോ. ഓക്കെ, തള്ളയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇവിടെ എങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇവിടെ ഓക്കെ, ഇതിവിടെ തുറക്കാത്ത ഡോർ കിടക്കുന്നുണ്ട്. നമ്മൾ ഈ വഴി വന്നില്ലല്ലോ. എടാ, സ്ലെൻഡറിന് ഇവിടെയാണോ തൂങ്ങിച്ചത്തത്? ചോരയൊക്കെ താഴെ തൂങ്ങിച്ചാകുമ്പോൾ എങ്ങനെയാണ് ചോരയൊക്കെ വരുന്നത്? വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിവിടെ സേതുരാമയ്യറിനെ വിളിച്ചു വരുത്തിയല്ലോ ഗൈസ്. സ്ലെൻഡറിനെ എങ്ങനെയാണ് ചത്തത്? അവിടെ ഒരു ബുക്ക് ഞാൻ കണ്ടു. നിങ്ങളും കണ്ടില്ലേ ഗൈസ് ആ ബുക്ക്? എന്നാൽ ഞാൻ കണ്ടു കേട്ടോ. ഇതവിടെ ഒരു ബുക്കുണ്ട്. ബുക്ക് എടുത്തു നമ്മൾ. ഇവിടെ എന്താണ് പരിപാടി? എന്താണ് സ്ലെൻഡറിനൊക്കെ ഇവിടെ പരിപാടി? സ്ലെൻഡറിനെ എങ്ങനെയാണ് പ്രേതമായത്? നിങ്ങൾക്കറിയുമോ ഗൈസ്? ഞാൻ പേടിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ പേടിയൊക്കെ പോയി. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളതും ഉണ്ട്. ഓക്കെ, ഇവിടെ എക്സിറ്റ്. ഇതിപ്പോൾ വന്ന വഴിയല്ലേ ബ്രോ? ഇല്ല ഇതല്ല വന്ന വഴി. ഓക്കെ ഇതൊക്കെ വന്ന വഴിയാടാ. എടാ, ബുക്ക് അവിടെ ആകെ ഒരു ബുക്കും കൂടിയേ കിട്ടാനുള്ളൂ. തിരിച്ചു പോകട്ടെ നമ്മൾ, കാരണം നമ്മളിനി വല്ല വഴിയും വിട്ടിട്ടുണ്ടോ അറിയില്ല. ഇവിടെ നിന്നല്ലേ കഴിച്ചു നമ്മൾ വന്നത്. ഇതെന്ത് തീരാത്ത ഈ വഴി? ഇവിടെ എവിടെയാണ് ബ്രോ വഴി? ഓക്കെ, ഇങ്ങോട്ട് പോയിട്ടില്ല. ഓക്കെ, അവിടെ ഒരു ഡോർ ഉണ്ട് ഗൈസ്. ഗൈസ് എന്താ തള്ള ഡോറടിച്ച് കളിക്കുന്നു? എന്താണ് സീനാണ്? ഇവിടെ ഒരു കീ. ഓക്കെ, അവിടെ ഒരു കീ ഉണ്ട്. ഇവിടെ ഒരു ഡോർ തുറക്കാനുണ്ട്. യെസ് ഗൈസ്, ഇനി നമ്മൾ ഓടണം. എങ്ങനെയാണ് ഓടണം? ഈ വഴിയല്ലേ വന്ന് ദീദി പോയെത്തും. ഇവിടെ എവിടെയോ ഒരു ബോർഡ് ഉണ്ട് ഗൈസ്, എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ബോർഡിൻ്റെ കളി കഴിഞ്ഞു. കണ്ട, അപ്പം ശരി. ഇത്ര നേരം പേടിപ്പിച്ചതിന് വളരെയധികം നന്ദി. അപ്പോൾ നമുക്ക് തുറന്ന് രക്ഷപ്പെടാം. നമ്മൾ തുറന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സെൻട്രീന, ഒരു കാര്യമില്ല. അപ്പം ശരി ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സോ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഈ
വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.